ഹലോ നമസ്കാരം, ചിന്നു വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? നേരത്തെ ഇറങ്ങുന്നല്ലേ? കാരണം ഓൾറെഡി വൈബിലിങ്ങനെ ഇതാ പോകുന്നു നമ്മള്. റെഡിയാവ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഒന്നൂടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇപ്പൊ തട്ടിപ്പറിച്ചതായിട്ടേ. ഞങ്ങൾ സാർബ്രൂക്കൺ പോവുകയാണെങ്കിൽ ചിന്നു വന്നിട്ട് നമുക്ക് ഒരു ദിവസമേ ഉള്ളൂ ചിന്നുവിന്റെ കൂടെ. ആ ഒരു ദിവസം നമ്മൾ സാർബ്രൂക്കണിൽ പോകുന്നു. അവിടെ പോയിട്ട് എന്തിനാ അവിടെ പോയിട്ട് സാധനം മേടിക്കാമോ, തുണി മേടിക്കാൻ. അതെ, ചിന്നു അധികം ലീവ് ഒന്നുമില്ല. ചിന്നു ഒരു ദിവസം ലീവ് കിട്ടുള്ളൂ. പക്ഷെ ഒരു ദിവസം ലീവ് കിട്ടിയാലും ചിന്നു പാഞ്ഞിവിടെ വരും. അതാണ് എന്റെ സ്നേഹം. ഭയങ്കര സ്നേഹ. തുണി എടുക്കാൻ വന്നതല്ല. നമ്മൾ ഇനി ഇവിടുന്ന് സാർബ്രൂക്കണിൽ പോവാം. നമ്മളെന്തിനാ സാർബ്രൂക്കണിൽ പോകുന്നത്? ഇവിടെ ഒന്നും മേടിച്ചാ പോരെ? അവിടെയാണ് നമ്മുടെ ആടി സെയിൽ നടക്കുന്ന പ്രിമാർക്കുള്ളത്. സെയിലൊന്നും ഇല്ല, എന്നാലും നമ്മുടെ പ്രിമാർക്ക് പോവാ. അത് പ്രിമാർക്ക് നമ്മുടെ നാട്ടിലെ സ്റ്റുഡിയോ ഒക്കെ പോലെ. അപ്പൊ ആ പ്രിമാർക്കിലോട്ട് നമ്മൾ പോണേ. ഇവിടുന്ന് ഒരു 1 hour ട്രാവൽ ഉണ്ട്. പോയിട്ടാ അമ്മു. ട്രെയിൻ എപ്പോഴാ? 12:30. സമയം ഇപ്പൊ എത്രയായി? 12:07. Today's full travel planning is by Ammu. ഒറ്റയടിക്ക് എനിക്ക് 12 കാർഡ് തന്നു. 12 കാർഡ്. ഈ 2 കൂടി നോക്ക്. 2 4 2 2. ഇങ്ങനെ ഇടാൻ പറ്റിയെന്ന് കുറെ പേര് പറയും. ഞങ്ങളുടെ റൂൾ കേട്ടോ. ആ റൂൾ എനിക്ക് പണിയാകുന്നുണ്ട്. ഇഷ്ടം പോലെ വാടക. പിന്നെ ഞാൻ ഒരു നോക്ക്, ഞാൻ ഇപ്പൊ തന്നെ സാർബ്രൂക്കൺ എത്ര ആയപ്പോഴത്തേക്കും ചിന്നുവിന്റെ ഇതിന് പറയുന്നത് ഇത് സാധാരണ പറയുന്നേ അല്ലല്ല. ചിന്നുവിന്റെ ടച്ചപ്പ് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെങ്ങനെ എവിടെത്തി? ഞങ്ങളിപ്പോ നേരെ പോകാൻ പോകുന്നത് പ്രിമാർക്കിലോട്ടാണ്. അമ്മുവിനും ചിന്നുവിനും ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞേ. എനിക്ക് എടുത്ത് പറഞ്ഞേ. ചേട്ടായാണല്ലോ, ചേട്ടായാണ് ഞങ്ങളുടെ ഭാഗ്യം. അതെ അതെ, ഞാൻ മേടിച്ചു കൊടുക്കുന്നേ. എനിക്ക് വിശക്കുന്നു. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നെഗറ്റീവ് അല്ല മെഗ്ഡിയിലോ എങ്ങോട്ട് പോയാലും തിന്നണമെന്നുള്ളൊരു ചിന്തയുള്ള ഒരാളെ ഉള്ളി. ഇവര് ഡ്രസ്സ് മേടിക്കുമ്പോ ഞാൻ തിന്നും. അതെല്ലാം ചെയ്യണ്ടേ? അയ്യോ, എനിക്ക് ഡ്രസ്സിനോട് അങ്ങനെ അവിടുത്തെ മഗ്ഡി കയറിയാ പോരെ. ഇവിടെ അവിടെ അല്ല, എനിക്ക് മെഗ്ഡി അല്ല KFC വേണ്ട. ഇവിടെ KFC അങ്ങനല്ല. ഫുഡ് നിങ്ങളോട് വന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരും. സമയം കുറെ എടുക്കൂല. എനിക്ക് ഉറക്കം വരും KFC ഒക്കെ വെച്ച് കഴിഞ്ഞാൽ. സത്യം കേട്ടോ. അമ്മും ചിന്നും കൂടെ പോകുന്നുണ്ട്. ഇവിടെ ട്രീർനെപ്പല്ല, ഇവിടെ ട്രാം ഒക്കെ ഉണ്ട്. ട്രാമിന്റെ ലൈനായി കാണുന്നത് ഇത് കണ്ടോ. ഇതിലെ ട്രാമും വരും, ബസ്സും വരും. സോ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് കം ട്രാം സ്റ്റോപ്പ്. നമുക്ക് ഇതിലേ പോവാം. സാർബ്രൂക്കണിൽ ലുലുമാളിൽ കയറിയിട്ടുണ്ട്. ഇവിടെ എന്തിനാ എങ്ങോട്ടാ പോകുന്നൊന്നും പേടിയൊന്നുമില്ല. ഇവര് പോകുന്നു, അവർ പുറകെ ഞാൻ പോകുന്നു. അവരുടെ പുറകിലുള്ള കടയിൽ കയറിയിട്ടുണ്ട്. അവിടുത്തെ വിലയെല്ലാം കണ്ട് അന്നപ്പെട്ട് വരും. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുക. ഇതാണ് കട. ടാലി വൈജിൽ. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ലുലുമാളിലൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെയുണ്ട്. പക്ഷെ അത്രയും വലുതൊന്നുമല്ല, ചെറുതാണ്. ആദ്യത്തെ കടയിൽ 15 മിനിറ്റോളം ചെലവഴിച്ചതിന് ശേഷം രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട്. സ്ട്രീറ്റൊക്കെ നല്ല തിരക്കാണ്. ഇഷ്ടംപോലെ ഫുഡ് കോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തെ കസേരയൊക്കെ ഇട്ടിട്ട് ആൾക്കാർ കോഫി കുടിക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു, അത് കുടിക്കുന്നു. നമുക്ക് ഇങ്ങനെ പോകണു. നമുക്ക് ഈ ഒരു വഴിയിൽ അങ്ങേയറ്റത്ത് വരെ പോകണം. അവിടെയാണ് നമ്മുടെ പ്രിമാർക്കുള്ളത്. പ്രിമാർക്കിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് നമ്മൾ അതിലിൻ്റെ അടുത്ത് പോകും. അതൊരു റൂമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ പോയി നമ്മൾ ഇന്ന് കുറച്ച് നേരം അവിടെ ആയിരിക്കും സ്പെൻഡ് ചെയ്യാൻ പോണേ. ഇല്ല, ഇവിടെയും ക്രോസ് ചെയ്യാം. സിഗ്നൽ വരും. ഇവിടെ എല്ലായിടത്തും ക്രോസ് ചെയ്യാം. അവിടെ
ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് റൈറ്റ്. Okay, good. ഇവിടെയാണ് പ്രിമാർക്ക്. പക്ഷെ പ്രിമാർക്കിൽ കയറണമെങ്കിൽ ചിന്നയുടെ ഐസ് തീരണം. ഒരു 5 minute. 5 മിനിറ്റ് തീർക്കുന്ന പറയാം. നോക്കാം. അതൊക്കെ അമ്മ നേരത്തെ തീർത്ത്. അകത്തോട്ട് കയറുകയാണെങ്കിൽ എന്തായാലും 1 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യും. ഒന്നും എടുത്തില്ലെങ്കിലും 1 മണിക്കൂർ കൂടുതൽ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം. ചേച്ചിയുടെ പുറകെ പോയേക്കാം. ഓക്കെ, ഇന്ന് ചേച്ചിയുടെ ഡേ. ശരി. ഇതാണ് ഇപ്പൊ എന്റെ ജോലി. ഇവരുടെ പുറകെ ഇങ്ങനെ നടക്കുക. അതെ അതെ, ഇത് പോരാഞ്ഞിട്ട് അതുകൊണ്ട്. എന്താ ചിഹ്നം അങ്ങനെ ഉണ്ട്? എനിക്ക് എന്തായാലും മേടിക്കണം. ഇപ്പൊ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1.25 മണിക്കൂർ ആകുന്നു. അപ്പം ഡ്രസ്സിന്റെ കളറൊക്കെ കറക്റ്റ് കാണാൻ വേണ്ടി കണ്ണാടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ഡ്രസ്സ് ഞാൻ എടുത്തു. ഞാൻ ഇട്ട് നോക്കി എല്ലാം റെഡി ആയിട്ടിരിക്കുക. അവർ രണ്ടും ഡ്രസ്സിംഗ് റൂമിൽ കയറിയിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കഴിച്ച് ഞാൻ മടുത്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് 4 ഐറ്റം. അമ്മൂന് എത്ര ഐറ്റം? 3. ചിന്നുവിന് 0. ഇനിയിപ്പോ രണ്ടും കൂടെ എന്റെ വരും. പക്ഷെ ഞാനെല്ലാം 10-15 മിനിറ്റ് എടുത്തു. ഇവര് 1 മണിക്കൂറിലെടുത്തു അല്ലേ? കൊറേ എടുത്തായിരുന്നു. ട്രൈ ചെയ്തിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചു. ഇത് ഏജ് 7 to 10 കാണിക്കുന്നേ. പക്ഷെ നിനക്ക് വേണോ? ഇത് പക്ഷെ സെയിം ഇതല്ലേ? ഐ മീൻ ചെറുതല്ലേ? കുഞ്ഞു കാലടി അത്. ഞങ്ങളങ്ങനെ KFC എത്തി ഗൈസ്. എന്തെങ്കിലും മേടിച്ചിരിക്കട്ടെ. ഇവിടെ ഒരു നല്ല ഗേറ്റാണ്. നല്ല തിരക്കാണ് ഗൈസ്. നമ്മൾ അതിൽ ചേട്ടൻ എടുത്തു പോകുന്നു. ലച്ചുവിനെ വിളിക്കുന്നു. ലച്ചു ഉറപ്പാണോ? ഈ പൂക്കളുടെ സമയമായിട്ടുണ്ട്. അമ്മൂന് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടം. ഫോട്ടോ ഒക്കെ എടുത്ത് നിൽപ്പുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് നടക്കണം ബസ് കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ പോന്നു. അമ്മു വാ ഇപ്പം. ഞാനിവിടെ ഇരുന്ന് പിടിച്ചിരിക്കണം. താഴെ പോകും. ഞങ്ങൾ അതുലിന്റെ അടുത്ത് വന്നു. അതുലിന്റെ അടുത്ത് നിന്ന് താത്തേന്റെ അടുത്ത് വന്നു. ഇത് കുട്ടീന്റെ കൂടെ ഇരിക്കുന്നു. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഞങ്ങളതാ ഇവിടെ ഇരുന്ന് ഫേസ് ടൺ കളിക്കാം. ഇവിടെ തുടങ്ങിയിട്ട് 1-2 മണിക്കൂറായി. ഇപ്പൊ 11:15. അതെ, അത് അവ അതിന്റെ ഇപ്പൊ ചിലപ്പം മാറ്റി. ഞാൻ സമയം ഏകദേശം 11:45 അല്ല 11:30 കഴിഞ്ഞു. എന്തുവാടി കള്ളക്കരച്ചില്? അപ്പം ഇപ്പൊ കളി തീരും. കളി തീർന്ന ഉടനെ നമ്മള് വീട്ടിലോട്ട് തിരിച്ചു പോകും. ഫുഡൊക്കെ കഴിച്ചിട്ട്. ഇന്ന് അതിന്റെ ഫുഡുണ്ട്. അപ്പൊ ബൈ ഗൈസ്. ഇനി അടുത്തൊരു ദിവസം കാണാം. ഇവിടെ ഒരാൾ ചുമ്മാ കള്ളക്കരച്ചിൽ കാര്യമാണേ. എന്നിട്ട് തിരിച്ചു കാണിക്കുന്നു. ചൂസ് പറഞ്ഞു. ചൂസ് 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 ചൂസ്.